ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അതിന്റെ റൂൾസിലൊക്കെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമർ ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പഠിച്ചാലോ? അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? ഇത് 3 ടൈപ്പ് ആയിട്ടാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നത്. ഇതിന്റെ പേര് കേട്ട് നിങ്ങൾ പേടിക്കരുത്. അതിന്റെ റൂൾസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരേറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഈ 3 ഡിഗ്രികളിലായിട്ടാണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നത്. എന്താണ് പോസിറ്റീവ് ഡിഗ്രി? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി, ഇദ്ദേഹത്തെ നമ്മൾ അതിന് വിശേഷണം പറയുന്നതിനാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം എ ടോൾ ബോയ്. ഞാനൊരു ടോൾ പേഴ്സൺ ആണ് അല്ലെങ്കിൽ ടോൾ ബോയ് ആണ്. അവിടെ ടോൾ എന്നുള്ളത് എൻ്റെ വിശേഷണമാണ്, ആക്ച്വലി അഡ്ജക്റ്റീവ് ആണ്. അതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു അഡ്ജക്റ്റീവിനാണ് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ. ഇനി നമ്മൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു അഡ്ജക്റ്റീവിന് ഉണ്ടാവുന്ന മാറ്റമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പോസിറ്റീവ് ഡിഗ്രി നമ്മൾ ഈസി ആയിട്ട് പഠിച്ചു. ഐ ആം ദ ടോൾ പേഴ്സൺ. ഓക്കെ, ഐ ആം എ ടോൾ പേഴ്സൺ. അല്ലെങ്കിൽ ഈ പെൻസിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും ദിസ് പെൻസിൽ ഈസ് എ സ്മോൾ പെൻസിൽ, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഗുഡ് പെൻസിൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഇനി നമ്മൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ 2 വസ്തു ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 വ്യക്തി ഉണ്ടായിരിക്കും. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായിട്ടോ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ടോ കമ്പയർ ചെയ്യുമ്പോഴാണ് കമ്പാരേറ്റീവ് ഡിഗ്രി വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ അഡ്ജക്റ്റീവിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ഐ ആം എ സ്മോളർ പേഴ്സൺ ദാൻ ദാറ്റ് പേഴ്സൺ. ഞാൻ എന്താണ്? മറ്റേ വ്യക്തിയെക്കാട്ടിലും സ്മോളർ ആണ്. അല്ലെങ്കിൽ ഐ ആം ടോളർ ദാൻ ദാറ്റ് പേഴ്സൺ. അവിടെ നേരത്തെ നമ്മൾ ടോളും അതുപോലെ തന്നെ സ്മോളും പറഞ്ഞത് ഇപ്പോൾ എന്തായി മാറി? അതിൽ ER ചേർത്തുകൊണ്ട് സ്മോളറും ടോളറുമായി. അപ്പോൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അഡ്ജക്റ്റീവിന്റെ കൂടെ ER എന്നുള്ള വേർഡ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലായ്പ്പോഴും ഈ ഒരു ER ചേർത്തിട്ടല്ല കമ്പാരേറ്റീവിലുള്ള ആ ഒരു അഡ്ജക്റ്റീവ് ചേർക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പോകെ നമുക്ക് പറയാം. ഇനി അവസാനത്തേത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു അഡ്ജക്റ്റീവിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഐ ആം ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ ദ ക്ലാസ് റൂം. ഓക്കെ, നേരത്തത് ടോള്, പിന്നേത് നമ്മൾ പറഞ്ഞത് ടോളർ, അവസാനം നമ്മൾ പറഞ്ഞത് ടോളസ്റ്റ്. ഈ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് 2-ലധികം ആൾക്കാരോ 2-ലധികം വസ്തുക്കളോ ഉണ്ടാവുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ്, അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു അഡ്ജക്റ്റീവ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഐ ആം ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ മൈ ക്ലാസ് റൂം. എൻ്റെ ക്ലാസ് റൂമിൽ ഏറ്റവും നീളം കൂടിയ ആൾ. അതായത് 2-ലധികം ആൾക്കാരുണ്ടാവുമ്പോഴാണ് നമ്മൾ ഈ ഒരു സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അതിലെ അഡ്ജക്റ്റീവിൽ ഉണ്ടാവുന്ന മാറ്റമാണ് സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, ടോൾ, ടോളർ, ടോളസ്റ്റ്. എല്ലായ്പ്പോഴും ഈ ERഉം ESറ്റും ചേർത്തുകൊണ്ടല്ല നമ്മുടെ കമ്പാരേറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും മേക്ക് ചെയ്യുന്നത്. അതിൽ ചില സമയത്ത് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ചില ഇറഗുലർ വേർഡ്സ് ഓൾറെഡി അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ബെസ്റ്റ് ആണ്, കമ്പാരേറ്റീവ് ഡിഗ്രി ബെറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഗുഡ് ആണ്. അതിൽ ERഉം ESറ്റും ചേർത്തുകൊണ്ടല്ല ഈ ഒരു ഡിഫറൻസ് മേക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്, ഇതൊന്നും ഈ ERഉം ESറ്റും ചേർത്തുകൊണ്ടല്ല, ഇതിങ്ങനെ തന്നെ വന്നതാണ്. അതുപോലെ മറ്റു ചില വാക്കുകൾ, 2-ലധികം സിലബിൾ ഉള്ള വാക്കുകൾ, അതിൻ്റെ കൂടെ നമ്മൾ മോറും മോസ്റ്റും ചേർത്തുകൊണ്ടാണ് അവയെ കമ്പാരേറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡ്, അതിനെ കമ്പാരേറ്റീവ് ഡിഗ്രി വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മോർ ബ്യൂട്ടിഫുൾ എന്നാണ്, അല്ലാണ്ട് ബ്യൂട്ടിഫുള്ളർ എന്ന് പറയാറില്ല. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവിലേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ്, അല്ലാതെ ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്ന് നമ്മൾ പറയാറില്ല. സോ ഇത്രയുമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ളത്. 2 റൂളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.
അതിലെ 2 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ദാൻ എന്നുള്ള വേർഡ് നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം. എവിടെ? അതായത് 2 ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് ആണോ പറയുന്നത്? അപ്പോൾ ഐ ആം ടോളർ ദാൻ ദാറ്റ് പേഴ്സൺ, അങ്ങനെ മറ്റൊരാൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദാൻ എന്നുള്ള വേർഡ് അവിടെ വരും. ഐ ആം ദ ബെറ്റർ സിംഗർ ദാൻ ദാറ്റ് പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് ദാൻ അവിടെയുണ്ട്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ആം ദ ബെസ്റ്റ് സിംഗർ ഇൻ മൈ ക്ലാസ് റൂം, എൻ്റെ ക്ലാസ് റൂമിലെ ഏറ്റവും നല്ല പാട്ടുകാരൻ ഞാനാണ്. അവിടെ ആ ഒരു അഡ്ജക്റ്റീവിന്റെ മുൻപ്, അതായത് സൂപ്പർലേറ്റീവിലുള്ള ആ ഒരു അഡ്ജക്റ്റീവിന് മുമ്പ് ദ ചേർത്തിട്ടുണ്ട്. ഹി ഈസ് ദ ടോളസ്റ്റ് പേഴ്സൺ ഇൻ ദ ക്ലാസ് റൂം, അതായത് ടോളസ്റ്റിന് മുമ്പ് ദ ചേർത്തിട്ടുണ്ട്, ദ ടോളസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും വളരെ ഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു നിഞ്ച ബാച്ച്. ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡർ ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ സൈലത്തിന്റെ ബാച്ചുകൾ ഇപ്പോൾ ഓണാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാരംഭം പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് 15% ഓഫറിലാണ് നമ്മുടെ ബാച്ച് അവൈലബിൾ ആകുന്നത്. VDM 15 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഇനിയുള്ള എക്സാമ്പിളൊക്കെ സൂപ്പറായിട്ട് നേരിട്ട് കൊണ്ട് തന്നെ നമുക്ക് പാസ്സാവാം. ഓൾ ദി ബെസ്റ്റ്.